Hi friends, Tech World ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഡ്രില്ലിംഗ് മെഷീൻ്റെ കോർഡ്ലെസ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ബാറ്ററി ബാക്കപ്പ് റിപ്പയർ ചെയ്യുന്ന വീഡിയോ, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഒരു കണ്ടിന്യൂഷൻ കൂടിയുണ്ട്, ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളെന്തായാലും ഈ ബാറ്ററി ബാക്കപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആംബിയറിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു ആംബിയറുള്ള ഒരു ചാർജർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇടുന്നതായിരിക്കും, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ബാറ്ററിയുടെ -0, ഇതൊരു സെറ്റ്. ഇതിൻ്റെ ആദ്യത്തെ 3.7 അല്ലെങ്കിൽ 4.2 വോൾട്ട് അതിവിടെ, അത് കഴിഞ്ഞ് അത് ഇവിടേക്ക് കണക്ട് ചെയ്ത് തിരിച്ചത് ഇവിടെ 8.4 വോൾട്ട്, ഈ 8.4 വോൾട്ട് ഇവിടെ കണക്ട് ചെയ്യുക. ഇത് ലാസ്റ്റ് 12 വോൾട്ട് അത് ഇവിടെയും കണക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഇതിൻ്റെ മൊത്തം സർക്യൂട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ പറയണത് മുഴുവൻ വ്യക്തമാവണം എന്നില്ല, എങ്കിലും ഞാൻ ഈ ചെയ്യണ മെത്തേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഓരോ സെല്ല് കണക്ട് ചെയ്യുന്നതോറും ഇത് ലൈവായിക്കൊണ്ടിരിക്കുകയാണ്, ബോർഡ് ലൈവ് ആവുകയാണ്. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് അത് കെയർഫുൾ ആയിരിക്കണം ഹാൻഡിൽ ചെയ്യുമ്പോൾ. നമുക്ക് ഇവിടെ 4.2 വോൾട്ട് കാണിക്കുകയാണ്. ഒരു സെല്ല് കണക്ട് ചെയ്തു, കാണിക്കുന്ന വോൾട്ടേജ് എത്രയാണ് നോക്കാം. ഔട്ട്പുട്ടിൽ ഓക്കെ, സെല്ലിൽ വോൾട്ടേജ് കാണിച്ചു തുടങ്ങി. ഒരു സെല്ല് കണക്ട് ചെയ്തു, അപ്പോൾ നമുക്ക് കാണാം 3 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി 3 ഡൗൺ ആണ്, അതുകൊണ്ട് 3 വോൾട്ടേ കാണിക്കുന്നുള്ളൂ. ഒരു സെല്ല് കണക്ട് ചെയ്തപ്പോൾ ബോർഡിലേക്ക് ഒരു പെയർ കണക്ട് ചെയ്തതിന്. ഞാൻ അടുത്ത പെയർ കണക്ട് ചെയ്യാൻ പോവാണ്. .4 വോൾട്ട്. ഇപ്പോൾ 2 സെല്ല് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. 1, 2 സീരീസ് കണക്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം 8.4 വോൾട്ട് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം.
ഓക്കെ 7.3 വോൾട്ട്. ബാറ്ററി അല്പം ഡൗൺ ആണ്, അതുകൊണ്ടാണ് 7.3 വോൾട്ട് കാണിക്കുന്നുണ്ട്. രണ്ട് സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ലാസ്റ്റ് 12 വോൾട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ് ലാസ്റ്റ് പോയിന്റ് കണക്ട് ചെയ്യാണ്, മൂന്നാമത്തെ സെല്ല് കണക്ട് ചെയ്യാണ്. ഫ്രണ്ട്സ് മൂന്നാമത്തെ സെല്ലും കണക്ട് ചെയ്തു. ഇപ്പോൾ ബോർഡ് ലൈവായി. ഇപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏകദേശം ഒരു 11 വോൾട്ട് ഉണ്ടാവണം. ഓക്കെ, അറൗണ്ട് 11.4 വോൾട്ട് നിങ്ങൾക്ക് കാണാം, അതിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ലൈവായി കഴിഞ്ഞു. ഇനി ബോർഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, ഷോർട്ട് ആവാതെയൊക്കെ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരിചയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ട് ചെയ്യിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യലാണ്. ഇതാണ് ഇതിൻ്റെ ടെർമിനൽ വരുന്നത്. ഈ ടെർമിനൽ നമുക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ടെർമിനൽ ഊരി വയ്ക്കാൻ പാകത്തിനുള്ള വയർ നീളത്തിലിടണം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് നീളത്തിലുള്ള വയർ വെച്ചിട്ട് ഇത് ചെയ്യണം. ഓക്കെ, അപ്പോൾ വയർ അത്യാവശ്യം നീളത്തിനിടണം ടെർമിനലിലേക്കുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നീളം പാകത്തിന് കട്ട് ചെയ്തെടുക്കാം. ഒരുമിച്ച് കട്ട് ചെയ്യരുത്, ലൈവാണ്, ഷോർട്ടാവും. ഷോർട്ടായാലും ഇതിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഓഫായി പോകും ബോർഡ്. എന്നാലും പരമാവധി ഷോർട്ട് സർക്യൂട്ട് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. ഫ്രണ്ട്സ്, ടെർമിനൽ എപ്പോഴും നോക്കുക, പ്ലസും മൈനസും നോക്കി കൊടുക്കുക. തെറ്റി കൊടുത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയും എല്ലാം നാശമായി പോകും. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ടെർമിനൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതനുസരിച്ച് തന്നെ അത് കൊടുക്കണം. ഇത് പ്ലസ് ആണ്, അത് നോക്കി തന്നെ കൊടുക്കണം. ഞാൻ ടെർമിനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വോൾട്ടേജ് നോക്കാം. .4 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ബാറ്ററി ബാക്ക് ഓൾമോസ്റ്റ് ഞാൻ കഴിഞ്ഞു. ഇനി ഇത് പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്യണം. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചത് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു വർക്കായിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ കരുതിയിരിക്കണം. തൽക്കാലം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം ലൈവ് സർക്യൂട്ടാണ്. പിന്നെ ഇത് നമ്മൾ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ചും കെയർഫുള്ളായിരിക്കുക. അവർക്ക് അപകടം പറ്റരുത്. നമ്മുടെ കെയർലെസ്നെസ് കാരണം അവർക്കൊന്നും വരാൻ പാടില്ല. അപ്പോൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ. ഫ്രണ്ട്സ്, ഇനി ഈ ഭാഗം കവർ ചെയ്യണം. ഈ എൻഡ് കവർ ചെയ്യണം. പരമാവധി നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്യണം. അതിനൊരു മടിയും കാണിക്കരുത്. സ്പ്രിങ് അവിടെ വരുന്നത് കാണാം. കണ്ടില്ലേ, ഇതിനടുത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്തത്. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയണ ഇതാണ്. അതായത് ഇപ്പോൾ കണ്ടില്ലേ, ഇത് ക്ലോസ് ചെയ്യാൻ എന്തായാലും നമുക്ക് നിവൃത്തിയില്ല. ഇതിനെ നമ്മൾ എന്തെങ്കിലും വെച്ച് പാക്ക് ചെയ്യണം. ഞാൻ സാധാരണഗതിക്ക് ടേപ്പ് ഒട്ടിക്കും, കാരണം എൻ്റെ മെഷീൻ ആയതുകൊണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് വെച്ച് ഇത് കവർ ചെയ്യണം. നമുക്കിതൊന്ന് അടച്ചു നോക്കാം. നീളമുള്ള സ്ക്രൂ ആയതുകൊണ്ട് സ്ക്രൂ കയറുന്നുണ്ട്. ചെയ്തോട്ടെ എന്ന് പറഞ്ഞു വെച്ച മാതിരിയുണ്ട് സ്ക്രൂ. ഇവരിത് നന്നാക്കിക്കോട്ടെ എന്നുള്ള മട്ടിൽ കമ്പനി ഓൾറെഡി സ്ക്രൂവിനൊക്കെ നീളം കൊടുത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് നമുക്കത് സ്ക്രൂ ചെയ്യാം. ടൈറ്റ് പാക്കിംഗ് ആണ് എപ്പോഴും നല്ലത്. ബാറ്ററി കടന്ന് ഓടിക്കളിക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ വെറുതെ ലൂസ് കോണ്ടാക്റ്റ് അതുമാതിരി ഉള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ മാക്സിമം ബാറ്ററി അനങ്ങാത്ത രീതിയിൽ ഇത് ടൈറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഓവർ ടൈറ്റ് ചെയ്യേണ്ട. ബാറ്ററി ക്രഷ് അമർത്തി വയ്ക്കാൻ, അല്ലാണ്ട് ഞെങ്ങിപ്പോകാൻ പാകത്തിനാവണ്ട. ഈ ഒരു ഭാഗത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓൾറെഡി ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കവർ ചെയ്യണം. ഇനിയിപ്പോൾ ഈ ബാറ്ററി വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇതെൻ്റെ പഴയൊരു മെഷീനാണ്, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഓൾറെഡി പൊട്ടി, ക്യാപ്പൊക്കെ പൊട്ടിക്കഴിഞ്ഞു.
വരുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പൊട്ടി നാശമായി കഴിഞ്ഞു. ഇനി ഇതും റീകണ്ടീഷൻ ചെയ്യണം കേസിങ്. ഇത് കണ്ടാലറിയാം ഇത് ഓൾറെഡി പൊട്ടി. ഞാനിത് ഉപേക്ഷിക്കാൻ മടിച്ചതുകൊണ്ട് ഞാനിത് പൊട്ടിയത് വീണ്ടും PVC പൈപ്പ് വെച്ച് റീജോയിൻ ചെയ്താണ് ഈ ഹാൻഡിൽ. ഇങ്ങനെ എനിക്കിത് കളയാൻ മടിയാണ്. പരമാവധി ടൂൾസ് ഞാൻ ഉപയോഗിക്കും നശിപ്പിക്കാതെ. അപ്പോൾ ഇത് PVC പൈപ്പ് വെച്ച് ഞാൻ ഹാൻഡിൽ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഇത് മുറിഞ്ഞു പോയി, അപ്പോൾ അത് ഞാൻ ഹാൻഡിൽ ഉണ്ടാക്കി ഇത് ഫിക്സ് ചെയ്തതാണ്. ഇപ്പോഴും ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. ഫ്രണ്ട്സ്, ഓക്കെ ഫ്രണ്ട്സ്, അത് വർക്കിംഗ് ആണ്. ഒരിക്കലും ബാറ്ററി ഇത്രയും ഓപ്പൺ ചെയ്ത് വെക്കരുത്. കാരണം നമ്മൾ സൈറ്റിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ വെള്ളത്തുള്ളികളും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇതിനകത്ത് കയറാൻ പാടില്ല. വെള്ളത്തിനകത്ത് കയറാതെ പരമാവധി നോക്കണം. ടേപ്പ് ചെയ്യണം എപ്പോഴും നല്ലത്, അപ്പോൾ വെള്ളം കയറില്ല. അപ്പോൾ ഇതാണ് ബാറ്ററി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ഞാനിത് സീൽ ചെയ്യാനും കൂടി പോവാണ്. വീഡിയോ അത്യാവശ്യം നീളം കൂടിയെന്ന് എനിക്കറിയാം, പക്ഷെ കാണിച്ചു തരാതെ നിർത്തിയില്ലല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബാറ്ററി റിപ്പയർ ചെയ്യുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ BMS സർക്യൂട്ട് എങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഇടുന്നുണ്ട്. അതിൻ്റെ സർക്യൂട്ട് ഞാൻ ഇടുന്നുണ്ട്, കണക്റ്റിംഗ് സർക്യൂട്ട് ഞാൻ ഇടുന്നുണ്ട്. പല BMSും പലതരത്തിലായിരിക്കും. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് നോക്കി ഓർഡർ ചെയ്യണം. എത്ര ബാറ്ററി ഉണ്ടോ അതനുസരിച്ചുള്ള BMS ഓർഡർ ചെയ്യണം. അതായത് സീരീസ് എത്ര ബാറ്ററി ഉണ്ടോ അതനുസരിച്ച് 3S 1S 2S 3S എന്ന് പറഞ്ഞുള്ള പല BMS കിട്ടും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യണം. പ്ലസ് അതിൻ്റെ ആംബിയർ എപ്പോഴും നമ്മൾ ആവശ്യത്തിലധികം ആംബിയറുള്ള ബോർഡ് സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ ഡ്രില്ലിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോഡ് വരുന്നതുകൊണ്ട് ബോർഡ് കേട് വരാതിരിക്കാൻ അത്യാവശ്യം നല്ല ആംബിയറുള്ള ബോർഡ് തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ പലർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പലരും ചെറിയ ചെറിയ തൊഴിൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരുണ്ടാവും, ഇലക്ട്രോണിക്സ് അറിയുന്നവരുണ്ടാവും, ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ മെഷീൻ ഇതുമാതിരി നേരെയാക്കി കൊടുക്കാം. അതിന് ഈ വീഡിയോ ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഷജീവ്, സപ്പോർട്ട് മീ. ഓക്കെ.